നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്ന് പത്രങ്ങൾ, മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ് എന്നീ മൂന്ന് മാധ്യമങ്ങളിലൂടെയാണ്, പത്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുന്നത്. എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ രണ്ടെണ്ണമാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ദുബായ് എയർ ഷോയിലുണ്ടായ ദുരന്തം, തേജസ് തകർന്നു വീണതും, ഒപ്പം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത വാർത്തയുമാണ് മൂന്ന് പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ മറ്റു വാർത്തകൾ കൂടി ഉണ്ട്. മാതൃഭൂമിയിലാണെങ്കിലും സിറാജിലാണെങ്കിലും നിറയെ വാർത്തകൾ തന്നെയാണ് ഇന്നുള്ളത്. ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തകൾ കുറേ ഉണ്ട്. പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു വാർത്ത സിറാജിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഇടിവിൽ രൂപ എന്നൊരു വാർത്തയുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ സ്മൃതി മാന്ധാനയുടെ വിവാഹാഭ്യർത്ഥന സ്റ്റേഡിയത്തിൽ നടന്ന വാർത്തയും പടവുമുണ്ട്. വിവാഹവേദിയായി ICU മാറിയ വാർത്തയും, ഇന്നലെ ഒരു വിവാഹം കേരളത്തിൽ അങ്ങനെ നടന്നിരുന്നു, അതുണ്ട്. അങ്ങനെ നിരവധി ഉണ്ടായ ഒരു ദിവസമാണ്. അതെല്ലാം ഇന്നത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാവരും നൽകിയിരിക്കുന്ന തേജസ്സിലേക്ക് കടക്കാം. തേജസ് തകർന്നു വീണ വാർത്ത മാധ്യമം, അതുപോലെ മാതൃഭൂമി, അതുപോലെ തന്നെ സിറാജും പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ സിറാജാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. തേജസ് തകർന്നു വീണു എന്നാണ്, ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് തകർന്നു വീണു എന്നാണ് സിറാജ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. മാതൃഭൂമിയാണെങ്കിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് തകർന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു എന്ന് മാധ്യമം ഒന്നുകൂടി ദീർഘിപ്പിച്ചുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടും ഉള്ള വാർത്ത നൽകിയിരിക്കുന്നു. ഇന്നലെ രണ്ടാം റൗണ്ടിലാണ് ദുബായ്. എല്ലാ ദിവസവും ഓരോ രാജ്യങ്ങളുടെ എയറോബാറ്റിക്സ് ടീമിൻ്റെ അഭ്യാസ പ്രകടനം നടക്കാറുണ്ട്. ഇന്നലെ ഇന്ത്യയുടേതായിരുന്നു. സമാപന ദിവസമായ ഇന്ത്യയുടെ 2:09 പറന്നുയർന്ന വിമാനം 2:13 താഴേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത്. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. 2 തവണ കരണം മറിഞ്ഞ ശേഷം അത് 90 ഡിഗ്രി താഴേക്ക് മറിയുകയായിരുന്നു. ഇന്ത്യയുടെ സ്വന്തം തേജസ്സാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഫൈറ്റർ ജെറ്റാണ് തേജസ്. ഒറ്റ പൈലറ്റാണ്, സിംഗിൾ പൈലറ്റാണ്. ലൈറ്റ് കോമ്പാക്റ്റ് ഫൈറ്റർ ജെറ്റാണ്. ഒറ്റ എൻജിൻ മാത്രമാണ് ഇതിനുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇന്ത്യയുടെ സ്വന്തം തേജസ് HAL-ഉം അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും HDA-യും ചേർന്നാണ്, ഡെവലപ്മെൻറ്റ് ഏജൻസിയും HDA-യും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ MiG-21 പിൻവലിച്ച ശേഷം ഏറ്റവും കൂടുതൽ വാങ്ങാൻ പോകുന്നതും തേജസ്സാണ് എന്നത് കൂടി വാർത്ത കൂടി ഇത്തവണ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആ തേജസ്സിനാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10-21 വർഷമായി, 2 പതിറ്റാണ്ടിലേറെ ഇന്ത്യയുടെ ഭാഗമായി ഇതുണ്ട് എങ്കിൽ കൂടി 2 തവണയാണ് അപകടത്തിൽപ്പെട്ടത്. ജയ്സാൽമീറിലാണ് ഇതിനു മുമ്പ് ഒരിക്കൽ അപകടത്തിൽപ്പെട്ടത്. അന്ന് പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ദുബായിൽ അത് ഉണ്ടായില്ല. നമൻ സിയാൽ, ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് നമൻ സിയാൽ. അദ്ദേഹമാണ് ഗ്രൂപ്പ് വിങ് കമാൻഡറാണ്. അദ്ദേഹമാണ് ഇന്നലത്തെ ദാരുണമായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്, വീരമൃത്യു വരിച്ചത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ഇതാണ് തേജസ് തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. ഇത് തന്നെയാണ് എല്ലാ പത്രങ്ങളും ഉള്ളത്. ഇതിൽ ചില വാർത്തകൾ കൂടി, അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി മാധ്യമം അടക്കമുള്ള പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് തേജസ്സിന് ചില സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ധനം ചോരുന്നതിൻ്റെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം പ്രതിരോധ സേന അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്നത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. പത്മകുമാറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. അജണ്ട മാറ്റിയത് പത്മകുമാർ എന്നാണ് മാധ്യമം അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കൈപ്പട കുടുക്കി എന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ഇത് ഫ്രണ്ട് പേജിൽ തേജസ് ഇത്തവണ ശബരിമല വിഷയത്തിലുള്ള ഇത് നൽകിയിട്ടില്ല. ഓക്കെ,
ശബരിമലയിൽ കൈപ്പട കുടുക്കി എന്ന് മാതൃഭൂമി എഴുതാൻ കാരണം അജണ്ട മാറ്റിയത് എന്ന് പത്മകുമാർ എന്ന് മാധ്യമം ഒന്നാം പേജിൽ എഴുതാനും കാരണം ഒന്നു മാത്രമാണ്. ഈ അജണ്ടയിലെ പിത്തള എന്നാണ് ഉദ്യോഗസ്ഥർ എഴുതിയത്, അത് പത്മകുമാറാണ് ചെമ്പാക്കി മാറ്റിയത്. പിത്തള ഇത്തിരി കൂടിപ്പോകും, ചെമ്പാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി എഴുതി എന്നാണ് പറയുന്നത്. അത് സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് അദ്ദേഹം എഴുതുകയും ചെയ്തത് 2019 ഇത് കൊടുത്തുവിടാൻ നേരത്തെ. പിത്തളയും ചെമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മാതൃഭൂമി ഒരു ചെറിയ ബോക്സിൽ പറയുന്നുണ്ട്. പത്മകുമാറിൻ്റെ വീട്ടിൽ SIT പരിശോധന നടത്തിയെന്ന കാര്യം മാധ്യമത്തിൻ്റെ വാർത്തയിലുണ്ട്. ഒരു പത്മകുമാർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന. അറസ്റ്റിലായ ശേഷം ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് അത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു പടമാണ് നൽകിയത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണുള്ളത്. ഇതിനോടകം ഇനി ഇവരിൽ നിന്നും മുകളിലേക്ക് അറസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അത് ഉൾപേജുകളിൽ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അടക്കം ചോദ്യം ചെയ്യൽ നീണ്ടേക്കുമെന്ന വാർത്തകൾ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് പിത്തള എന്നും എന്താണ് ചെമ്പാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാർട്ടൂൺ പോകുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ഭരണപരമായ വീഴ്ച, പത്മകുമാറിൻ്റേത് അവധാനത ഇല്ലായ്മ എന്ന് P. ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നു. നാം അവധാനതയില്ലായ്മ എന്നും അവർ അമ്പരം വിഴുങ്ങികളെന്നും എന്ന് ഗോപികൃഷ്ണൻ അതിന് കാകദൃഷ്ടിയിൽ നിന്ന് കാർട്ടൂണും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ ഓരോ മാധ്യമങ്ങളും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും എന്നത് മാധ്യമം ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ബോർഡിൻ്റെ യോഗ അജണ്ടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്നെഴുതിയത് പത്മകുമാറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തുന്ന കാര്യം മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഈ മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ രണ്ട് വാർത്തകൾ മാത്രമുള്ളത്. ഒന്ന് പത്മകുമാറും പിന്നൊന്ന് തേജസും. ഇത് രണ്ടും മാത്രമാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ വാർത്തയായി നൽകിയിരിക്കുന്നത്. അതേസമയം മാതൃഭൂമിയും സിറാജും നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. സിറാജിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് ഹർജി 26 പരിഗണിക്കും. SIR വിഷയത്തിലാണ്. അതേ വാർത്ത തന്നെ മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ച് സുപ്രീം കോടതി കേരളത്തിലെ SIR എന്നാണ്. SIR ഇപ്പോൾ നടത്തുന്നതിനെതിരെ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ MV ഗോവിന്ദൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹർജികളാണ് പരിഗണിച്ചത്. അതിനൊപ്പം തന്നെ ബംഗാളിൽ നിന്നടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോണ്ടിച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകിയ പരാതികളുണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് കോടതി പരിഗണിച്ചില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പ്രാധാന്യം നൽകുന്നു എന്നാണ്, മറ്റുള്ളവരുടെ ഡിസംബറിൽ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വാദം 26 കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നതാണ് വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സിറാജ് പത്മകുമാറിൻ്റെ വീട്ടിൽ SIT പരിശോധന എന്ന വാർത്തയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ പത്മകുമാറിൻ്റെ കൈപ്പട കുടിക്കുക അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് മാറ്റം വരുത്തിയത് എന്ന രീതിയിൽ വാർത്ത എഴുതിയപ്പോൾ SIT അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ വാർത്തയാണ് സിറാജ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത സിറാജ് നൽകുന്നത് സാമ്പത്തിക ക്രമക്കേട് PV അൻവറിൻ്റെ വീട്ടിലും കമ്പനി ഓഫീസിലും ED റെയ്ഡ് എന്ന വാർത്തയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ കാണണം. മറ്റു പത്രങ്ങളുടെ ഒന്നാം പേജിലില്ല, ഉൾപേജുകളിൽ അത് ഇടം പിടിച്ചിട്ടുണ്ട്. PV അൻവറിൻ്റെ വീട്ടിലും കമ്പനി ഓഫീസിലും ഒരേ സമയം ED കൊച്ചി കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. ഇത് കേരള ഫിനാൻഷ്യൽ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുകയും വായ്പ എടുക്കുകയും ആ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തുകയും ചെയ്തു. അതായത് തിരിച്ചടച്ചില്ല. അതിൻ്റെ പേരിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് KFCയിൽ നിന്നാണ് അദ്ദേഹം ലോൺ എടുത്തത്. 12.5 കോടി രൂപ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സിയാദിൻ്റെയും പേരിലാണ് എടുത്തത്. അത് സിയാദിൻ്റെ വരുമാനം പോലും നോക്കാതെയാണ് KFC, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന് എന്താണ് വരുമാനമുള്ളത് എന്ന് നോക്കാതെയാണ് KFC ലോൺ അനുവദിച്ചത്. KFC
7.5 കോടി സിയാദിനും 5 കോടി അതേ ഈടിന്മേൽ, അതായത് സിയാദ് എന്ത് കെട്ടിടമാണോ അല്ലെങ്കിൽ എന്ത് വസ്തുക്കളാണോ ഷുവർട്ടിയായി നൽകിയത് അതേ സാധനം തന്നെ കാണിച്ചുകൊണ്ട് അൻവറിന് 5 കോടിയും നൽകി എന്നതാണ്. അപ്പോൾ ഒരേ വസ്തുവിന്മേൽ 2 പേർക്ക് ലോൺ അനുവദിക്കുന്നു KFC. അപ്പോൾ അതിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നേരത്തെ വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുകയും റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. വിജിലൻസിൻ്റെ അന്വേഷണം ഒരു വഴിയിലൂടെ പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ EDയും ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ED അൻവറിൻ്റെ വീട്ടിലും കമ്പനി ഓഫീസുകളിലും ഇന്നലെ ഒരേ സമയം റെയ്ഡ് നടത്തി. വീടെല്ലാം പുറമേ നിന്ന് പൂട്ടിയിട്ട ശേഷമായിരുന്നു റെയ്ഡ് നടന്നത്. ഏതായാലും PV അൻവറിൻ്റെ വീട്ടിലെ റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയെന്ന കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വാർത്തയായി തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയുണ്ട്. ഡോക്ടർ ഷക്കീലിന് ജെയ്ഷെ ഭീകരൻ നൽകിയത് 42 വീഡിയോ, അതായത് വീട്ടിനുള്ളിൽ രാസവസ്തുക്കൾ പൊടിക്കാനുള്ള യന്ത്രങ്ങളടക്കം ഡോക്ടർ ഷക്കീലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഉക്കാസ സാക്കിർ ഉസ്താദോ അന്വേഷണം വ്യാപിപ്പിച്ച് NIA. ഇവരിലേക്കെല്ലാം തന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗളൂരു സ്ഫോടനങ്ങളിലെല്ലാം നിയന്ത്രിച്ച മുഹമ്മദ് ഷാഹിദ് ഫൈസലിന്, അദ്ദേഹത്തിന് ഇവിടെ ഡൽഹി സ്ഫോടനത്തിലും ബന്ധമുണ്ട് എന്ന ആ സംശയം NIAക്കുണ്ട്. അതും അക്കാര്യവും അന്വേഷിക്കും. ഇപ്പോൾ തുർക്കിയിലാണ് ഇദ്ദേഹം ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ആ വാർത്ത പറയുന്നത്. സ്റ്റേഡിയത്തിൽ DY പാട്ടീൽ, അവിടെയാണ് ഇന്ത്യ വനിതകൾ ലോകകപ്പ് ഉയർത്തിയത്. ആ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സ്മൃതി മന്ദാന, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന സ്മൃതി മന്ദാനയ്ക്ക് അവരുടെ സുഹൃത്തു കൂടിയായ സംഗീത സംവിധായകൻ പലാഷ് മിച്ചൽ വിവാഹാഭ്യർത്ഥന നടത്തുന്നതാണ് രംഗം. അവിടെ വെച്ചായിരുന്നു. വീഡിയോ എല്ലാം ഇന്നലെ പുറത്തു വന്നത് വളരെയധികം വൈറലാവുകയും ചെയ്തു. വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത് ഏറ്റെടുത്തു. വിവാഹമാണ്, ഞായറാഴ്ചയാണ് വിവാഹം. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഒന്നാം പേജിലുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പടിയിറങ്ങുകയാണ്. രാജ്യത്തിന് സംതൃപ്തിയോടെ പടിയിറങ്ങുന്നു എന്ന് അദ്ദേഹം രാജ്യത്തിന് തന്നാൽ സാധിക്കുന്നത് ചെയ്തു, ഇനി സംതൃപ്തിയോടെ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 40 വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന് അഭിഭാഷകനായും ജഡ്ജിയായും എല്ലാം 40 വർഷത്തിലേറെയായി അദ്ദേഹം ഈ രംഗത്തുണ്ട്. ഒപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക അവസാന ദിനമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ഞായറാഴ്ചയാണ് വിരമിക്കുന്ന ദിവസം. ഇന്നലെ വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ കോടതി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. സെറിമോണിയൽ ബെഞ്ചിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ അടുത്ത ചീഫ് ജസ്റ്റിസായി വരെ പോകുന്ന സൂര്യകാന്ത് മിശ്രയും ഒപ്പം വിനോദ് ചന്ദ്രനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പിൽ പുഷ്പവൃഷ്ടി അദ്ദേഹം വിലക്കി. ഒരു അഭിഭാഷകൻ പൂവുമായി വന്നിരുന്നു. അപ്പോൾ പൂവ് എറിയരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഒരു ചിരി പടർത്തുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു ഷൂ എറിഞ്ഞ സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് കൃഷ്ണശിലയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിനെതിരെ സനാതനധർമ്മം അവഹേളിച്ചെന്നാരോപിച്ച ഒരു അഭിഭാഷകൻ ചെരുപ്പെറിയാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. ആ കേസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ അതിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും സംതൃപ്തിയോടെ അദ്ദേഹം പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമി അടക്കമുള്ളവർ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയെന്ന വാർത്തയാണ് ഒന്നാം പേജിൽ മാതൃഭൂമി തന്നെ നൽകിയിരിക്കുന്നത്. ഇനി രണ്ടാം പേജിലേക്ക് പോവുകയാണെങ്കിൽ ദുബായ് എയർ ഷോ സമാപിച്ചതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളും ഒരുപോലെ നൽകിയിരിക്കുന്നു. അബുദാബി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇന്ന് തുറക്കുമെന്ന വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഷാരൂഖും സൽമാനും എത്തിയിട്ടുണ്ട് എന്ന വാർത്തയും ഉണ്ട്. അതുപോലെ ദുബായ് റൺ നാളെയാണ് നടക്കുന്നത്, പ്രധാന റോഡുകൾ അടച്ചിടും എന്ന വാർത്തയും മാതൃഭൂമി മൂന്നാം പേജിൽ നൽകിയിരിക്കുന്നു. UAE ഇന്ത്യ സാമ്പത്തിക പങ്കാളിത്തം വിപുലമാക്കാൻ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം എന്ന ഒരു വാർത്ത മൂന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ UAE നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കലാപരിപാടികളുടെ അല്ലെങ്കിൽ
പ്രദർശനങ്ങളുടെ എല്ലാം വാർത്തകളാണ് ഇന്നത്തെ 3-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഗൾഫ് വാർത്തകൾ വർത്തമാനം എന്ന പേജിൽ നൽകിയിരിക്കുന്നത്. സിറാജ് 2-ാം പേജിലേക്ക്, സിറാജിൻ്റെ 2-ാം പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ദുബായ് റൺ നാളെ 10 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നു. ഒപ്പം റോഡ് വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി ഷെയ്ഖ് ഹംദാൻ എന്ന വാർത്തയും നൽകിയിരിക്കുന്നു. റോഡ് പദ്ധതികൾക്ക് പുതിയ വാസ്തുവിദ്യ ഐഡൻറ്റിറ്റി എന്നൊരു ഇതും ഇന്നലെയായിരുന്നു അദ്ദേഹം ഈ നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളിലെല്ലാം തന്നെ സന്ദർശനം നടത്തുകയും നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുകയും ചെയ്തത്. അപ്പോൾ കുവൈത്തുമായുള്ള ബന്ധം ആഘോഷിക്കാൻ UAE പ്രസിഡന്റ് നിർദ്ദേശം നൽകി എന്ന വാർത്ത നൽകിയിരിക്കുന്നു. ഉദ്ദേശം പേജിൽ നൽകിയിരിക്കുന്നുണ്ട്. ഇനി 3-ാം പേജിൽ ചുറ്റുവട്ടത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അവിടെ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ലവ് എമിറേറ്റ്സ് 2-ാം പതിപ്പ് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം നടന്ന ലവ് എമിറേറ്റ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2-ാം പതിപ്പ് നടത്തുന്നത്. കൂടുതൽ ആളുകൾ അഭിപ്രായങ്ങൾ ഹാഷ്ടാഗോടുകൂടി ലവ് എമിറേറ്റ്സ് എന്ന ഹാഷ്ടാഗോടുകൂടി അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഈ എമിറേറ്റ്സ് UAE വരുത്തിയ മാറ്റം, അതുപോലെ തന്നെ സാംസ്കാരികമായും എല്ലാം ഉണ്ടായ അവരുടെ മാറ്റത്തെക്കുറിച്ചെല്ലാം തന്നെ അഭിപ്രായങ്ങൾ എഴുതി സ്റ്റിക്ക് നോട്ട് വയ്ക്കാറുണ്ട്. കഴിഞ്ഞ തവണ ആയിരക്കണക്കിന് ഇത്തരത്തിൽ വന്നിരുന്നു. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് സിറാജിൻ്റെ 2-ാം പേജിലുള്ളത്. മാധ്യമത്തിലാണ് എങ്കിൽ മാധ്യമത്തിൻ്റെ 2-ാം പേജിലുള്ള വാർത്ത എന്ന് പറയുന്നത് ദുബായ് റൺ നാളെ പ്രധാന റോഡുകൾ അടച്ചിടും എന്നത് പ്രധാനപ്പെട്ട വാർത്തയായിട്ടുണ്ട്. ദുബൈയിൽ പുതിയ 2 മേൽപ്പാലങ്ങൾ ജനുവരിയിൽ തുറക്കും. ട്രേഡ് സെൻറ്റർ റൗണ്ട് അബൌട്ടിലെ വികസന പ്രവൃത്തി 40% പൂർത്തിയായി എന്ന വാർത്തയുണ്ട്. ഒമാൻ ദേശീയ ദിനം സന്ദർശകർക്ക് സ്വീകരണം നൽകി എന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. എയർ ഷോയ്ക്കിടെ അപകടം, ഇന്ത്യക്ക് EU-യുടെ ഐക്യദാർഢ്യം എന്ന വാർത്തയും EU അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്രയും വാർത്തകളാണ് 2-ാമത്തെ പേജിലുള്ള. ഉൾപേജിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വാർത്തയാണ് ഉള്ളത്. അവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ 6 CPM-നെതിരില്ലാതെ ജയം ഉണ്ടായ വാർത്തയും, അതുപോലെ തന്നെ മുണ്ടക്കൈ വീണ്ടും ഓർക്കുന്നു ഉരുൾ കവർന്ന ജനകീയ നേതാക്കളെ എന്ന ഒരു പ്രത്യേക വാർത്ത വയനാട്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നെന്ന വാർത്ത. ജഷീർ പള്ളിവയൽ വയനാട്ടിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറങ്ങി എന്ന വാർത്ത ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയാണ്. അത് ഇന്നത്തെ പത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ നടൻ തിലകൻ്റെ മകനും ഭാര്യയും NDA സ്ഥാനാർത്ഥികൾ എന്ന വാർത്ത. തിരുവാങ്കുളം ഡിവിഷൻ അതിർത്തിയായ 19-ാം ഡിവിഷനിലാണ് ഷിബുവിൻ്റെ ഭാര്യ ലേഖ S. നായർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മകനും ഭാര്യയും മത്സരിക്കുന്നു എന്ന വാർത്ത. NDAയുടെ സ്ഥാനാർത്ഥികളായിട്ടാണ് അവർ മത്സരിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് കിടക്കുകയാണ് എങ്കിൽ 3 പത്രങ്ങളും 3 വിഷയങ്ങളിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മാധ്യമം അത് ഇന്നലെ കോടതിയിൽ നിന്ന് പ്രസിഡൻറ്റിൻ്റെ റഫറൻസിൽ പ്രസിഡന്റ് ചോദിച്ച 20ഓളം ചോദ്യങ്ങളിൽ റഫറൻഷ്യൽ കേസിൽ സുപ്രീം കോടതിയുടെ വിധി സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാധ്യമം എഴുതിയിരിക്കുന്നത്. മാതൃഭൂമിയിലത് സിറാജിലേക്ക് വരുമ്പോൾ സിറാജിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നരബലിയുടെ നടുക്കുന്ന വാർത്ത പിന്നെയും എന്ന വാർത്തയാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ കൂടി നമുക്ക് നോക്കാം. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ശബരിമല വിഷയത്തിലാണ്. ശബരിമല വിഷയത്തിലെ അന്വേഷണം സംബന്ധിച്ചാണ്. തെളിവാർന്ന അന്വേഷണ ദിശ എന്ന പേരിലാണ് മാതൃഭൂമി
എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 3 പത്രങ്ങളും 3 വിവിധ എഡിറ്റോറിയലുകളാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ തുടങ്ങാം. വിധി വന്നു, ചോദ്യങ്ങൾ ബാക്കി എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി തന്നെ പറഞ്ഞതാണ്. പ്രസിഡന്റ് 20 ചോദ്യങ്ങളിലാണ് റഫറൻസ് ചോദിക്കുകയുണ്ടായി. ആ റഫറൻസുകളിൽ സുപ്രീം കോടതി ഉത്തരവിട്ട 5 അംഗ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിൻ്റെ നിലപാട് വന്നത്, അതായത് ഇത്ര കാലം നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യം, എത്ര കാലം ഗവർണർക്ക് ഇത് പിടിച്ചു നിർത്താനാവും, അക്കാര്യത്തിൽ കോടതിക്ക് എന്തെങ്കിലും നടപടിയെടുക്കാനാവുമോ, ഇടപെടാനാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയത്. എന്നാൽ ഇതിൻ്റെ ബില്ലുകളുടെ സമയപരിധി ശേഷിച്ച് സുപ്രീം കോടതിയുടെ ആദ്യ വിധി നിയമത്തിൻ്റെ സാങ്കേതികതയിൽ നിലനിൽക്കില്ലെന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ പശ്ചാത്തലവും വിധി പ്രസ്താവവും ചില നിരീക്ഷണങ്ങൾ ആർക്കും തള്ളാനാവില്ല എന്ന് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നു. കാരണം നമ്മൾ പലപ്പോഴും കണ്ടതാണ്, മോദി സർക്കാർ പല സംസ്ഥാനങ്ങളെയും കൂച്ചുവിലങ്ങിട്ട് നിർത്തിയത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നിയമനിർമ്മാണങ്ങളെയും ഭരണത്തിനെയും പലപ്പോഴും പ്രതിസന്ധിയിലാക്കി കൂച്ചുവിലങ്ങിട്ട് നിർത്തിയത് ഗവർണറെ ഉപയോഗിച്ചായിരുന്നു. കേരളത്തിൽ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം തൊട്ടത് കാണുന്നുണ്ട്. ഡൽഹിയിൽ അതുണ്ടായിരുന്നു, ആപ്പ് ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും, തമിഴ്നാട്ടിൽ ഇപ്പോഴും അത് ഉണ്ട്, തെലങ്കാനയിലുണ്ട്, കർണാടകയിലുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ഉള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു ഗവർണർ ഉപയോഗിച്ചുകൊണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ വരുന്നത്. അപ്പോൾ ഈ കോടതി ഇപ്പോൾ ആ കേസ് പരിഗണിച്ചു. 2 അംഗ ബെഞ്ച് ഉത്തരവിട്ടത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് ഇത്തരത്തിൽ പിടിച്ചു വയ്ക്കുന്നത്. അത് ഇത്ര കാലത്തിനുള്ളിൽ തന്നെ നിലപാടെടുക്കണം എന്ന തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് 5 അംഗ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നത് പലപ്പോഴും ഇവർക്ക് അനുകൂലമല്ലാത്ത, ഗവർണർ രാജിന് അനുകൂലമാകുന്ന രീതിയിൽ ഗവർണറിന് ഇത് പിടിച്ചു വയ്ക്കാം, അത് എത്ര കാലം എന്ന ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് തുടർന്നും ഇത്തരത്തിലുള്ള ഭരണപ്രതിസന്ധി ഉണ്ടാക്കും, സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നാണ് മാധ്യമം നിലപാട് പേജിൽ പറയുന്നത്. സിറാജ് ആണെങ്കിൽ നരബലിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നരബലിയുടെ വാർത്തകൾ പിന്നെയും എന്നാണ്, നടക്കുന്ന വാർത്ത പിന്നെയും. കർണാടകയിൽ നിന്നുണ്ടായ ഏറ്റവും പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നരബലി കുറിച്ചൊരു എഡിറ്റോറിയൽ എഴുതാൻ സിറാജിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലടക്കം ഇലന്തൂരിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നരബലിയെക്കുറിച്ചുള്ള കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ ഇൻസിഡൻറ്റുകളും എടുത്തു പറയുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്കായി 2ാം ക്ലാസ്സുകാരനെ നരബലി കൊടുക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചത്. അങ്ങനെ ബംഗളൂരുവിൽ, അതുപോലെ ആന്ധ്രയിലൊരു കോളേജ്, സർക്കാർ കോളേജിൻ്റെ പ്രിൻസിപ്പളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നും 2 പെൺമക്കളെ നരബലി കൊടുത്തത്. അങ്ങനെ കുറേ ഏറെ സംഭവങ്ങൾ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഒപ്പം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും കോട്ട് ചെയ്യുന്നുണ്ട്. 2014 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിൽ രാജ്യത്ത് 501 ആഭിചാരം, അന്ധവിശ്വാസ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അത്രയും പിന്നോട്ട് നമ്മുടെ രാജ്യം നടക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധേയമായി എടുക്കേണ്ടതുണ്ട്. ഇതിൽ 2014 20, 2015 25 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വർഷവും ഉണ്ടായ കണക്കാണ്. എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ ഓരോ വർഷവും ഇത് കൂടിക്കൂടി വരുന്നു എന്നാണ്. 2019 112-ലെത്തി, 2021 73 വരെ അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല എന്നതാണ്. ഇതിനെതിരെ നിയമങ്ങൾ ഇപ്പോൾ വിവിധ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ഇതിനെതിരെ വിശ്വാസികൾക്കെതിരെ ശക്തമായി പോരാടിയിരുന്ന, രക്തസാക്ഷിത്വം വഹിച്ച ദബോൽക്കറിൻ്റെ അനുസ്മരണ ദിനം തന്നെ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നു. ശക്തമായ വ്യവസ്ഥകളോടുകൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് പുറമെ 99 മുതൽ ബീഹാറിലും ജാർഖണ്ഡിലുമെല്ലാം ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നിയമനിർമ്മാണങ്ങളെല്ലാം അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും രാജ്യത്ത് ഇത്തരത്തിലുള്ള
അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെയും അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല. ഇടത് സർക്കാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സർക്കാർ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് അയിത്തം നിരോധിച്ചിട്ടും കാലം കുറേയായി, വർഷങ്ങൾ കുറേയായി. പക്ഷേ ഇപ്പോഴും പരമാവധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അയിത്തം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നതും എന്ന് അതുപോലെ തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം ഇത് എങ്കിൽ കൂടി, ഇതെല്ലാം ഉണ്ട് എങ്കിൽ കൂടി അതെല്ലാം പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ കർശനമായ രീതിയിൽ ഇതിനെ നേരിടുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു കാതലായ പ്രശ്നം. ഏറ്റവും ഒടുവിലായി മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അന്വേഷണ സംഘത്തിന് തെളിവാർന്ന അന്വേഷണ ദിശ എന്നാണ്. അവർ വളരെയധികം വേഗത്തിൽ മുന്നേറുന്നുണ്ട്. അതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ഇതുവരെയും നടന്നിട്ടില്ല. അതാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. CPM-ൻ്റെ 2 പ്രമുഖ നേതാക്കളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിട്ടുള്ള. CPM നിയമിച്ച ഭരണസമിതിയുടെ, ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റുമാരാണ് N. വാസുവും ഒപ്പം തന്നെ A. പത്മകുമാരൻ. രണ്ടുപേരും CPM-ൻ്റെ നേതാക്കളുമാണ്. CPM നിയോഗിച്ച സമിതിയുടെ പ്രസിഡന്റുമാരുമാണ്. അപ്പോൾ ഇവരുടെ അറസ്റ്റിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും എന്താ പറയുക, തെളിവാർന്ന ഒരു അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇവരുടെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നത്. ഗോപികൃഷ്ണൻ്റെ ശനിരേഖ എന്ന കാർട്ടൂണും ഇതേ വിഷയത്തിൽ തന്നെയാണ് ഉള്ളത്. എഡിറ്റോറിയൽ തൊട്ട് താഴെ അതുകൊണ്ട് ശരം കുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. CPM-ൻ്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ ശരം ഏറ്റ് കടക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ വിഷയവും ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, സ്പോർട്സ് പേജിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇന്നലെ ആഷസിലുണ്ടായ തിരിച്ചടി തന്നെയാണ് എല്ലാ വാർത്തകളും. വിക്കറ്റ് വീഴ്ചയായിരുന്നു ആഷസിൽ. വിക്കറ്റ് മഴയായിരുന്നു എന്ന് തന്നെ പറയാം. മറ്റു ദിവസം വീണത് 19 വിക്കറ്റാണ്. മിച്ചൽ സ്റ്റാർക്കും ബെൻ സ്റ്റോക്സും 5 വിക്കറ്റിലേറെ വീഴ്ത്തിക്കൊണ്ട് താരങ്ങളായി. അതിനെ വിക്കറ്റാണ് സ്റ്റാർ എന്ന് മാധ്യമം തലക്കെട്ടെഴുതി. അതേസമയം സിറാജ് ആകട്ടെ അതിനെ സ്റ്റോക്സ് എന്ന് തലക്കെട്ട് കൊടുത്തു. മാതൃഭൂമി അതിനെ ആഷസിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് വിക്കറ്റ് പെയ്ത്ത് എന്നാണ്. എയർ എന്നുള്ളത് മുകളിലോട്ട് ചേർത്ത് എഴുതിക്കൊണ്ട് പെർത്ത് എന്നും പെയ്ത്ത് എന്നും ആണ് എഴുതിയിരിക്കുന്നത്. വിക്കറ്റ് പെർത്ത് എന്നും വിക്കറ്റ് പെയ്ത്ത് എന്നും വായിക്കാവുന്ന രീതിയിൽ അതിനെ ആഷസിലെ ആദ്യത്തെ ടെസ്റ്റിനെ എഴുതിയിരിക്കുന്നു. ഇന്നും 2ാം ദിനവും വിക്കറ്റുകൾ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഒപ്പം തന്നെ ഇന്ത്യയുടെ 2ാമത്തെ ടെസ്റ്റ്, സൗത്ത് ആഫ്രിക്കയുമായുള്ള 2ാമത്തെ ടെസ്റ്റിൽ പരിക്കേറ്റ ഗില്ലിന് പകരം ഋഷഭ് പന്ത് ടീമിനെ നയിക്കുമെന്ന വാർത്ത 3 പത്രങ്ങളും ഒരുപോലെ നൽകുന്നു. ടെസ്റ്റ് ടൈം എന്ന് പന്തിന് പടം നൽകിക്കൊണ്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നു. 2ാം അംഗം എന്നാണ് സിറാജ് നൽകിയിരിക്കുന്നത്. പന്ത് നയിക്കും എന്ന വാർത്ത അവർ നൽകിയിട്ടില്ല. അതേസമയം മാധ്യമമാകട്ടെ പന്തിൽ പ്രതീക്ഷ എന്നാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ പന്തിലായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. ആ പന്തല്ല, കുത്തിത്തിരിയുന്ന പന്തിൽ പ്രതീക്ഷിച്ചു. ആ പന്ത് പക്ഷേ തിരിച്ചടിച്ചു എന്നതാണ് സംഭവം. ഇനി മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ സ്മൃതി മന്ദാനയുടെയും പലാഷിൻ്റെയും വിവാഹത്തെ സംബന്ധിച്ചുള്ളൊരു ബോക്സ് വാർത്തയുണ്ട്. സ്മൃതിയിൽ നിറയും പലാഷിൻ്റെ വിവാഹാഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട്, ഒപ്പം ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം ആ വിവാഹത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നൃത്തം വയ്ക്കുന്ന ഹൽദി ചടങ്ങിൽ നൃത്തം വയ്ക്കുന്ന ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങളുടെ പടവും നൽകിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ നമ്മൾ ഓടിച്ചു പോകുമ്പോഴുള്ള വാർത്ത. ഒപ്പം മിസ് മെക്സിക്കോ വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജീരസ്വരമാണ് അവരുടേത്. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ റൗണ്ടിൽ
ആദ്യ 12-ലെത്താൻ ഇന്ത്യക്കാരിക്ക് കഴിഞ്ഞില്ല എന്ന വാർത്തയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഷോലയിലെ മോട്ടോർ സൈക്കിൾ പ്രദർശനത്തിന് കൊണ്ടുവച്ച കാര്യവും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ നമ്മൾ ഓടിച്ചു പോകുമ്പോഴുള്ളത്. ഇതോടുകൂടി ഈ വാർത്ത വിശകലനം ചെയ്യുന്ന ദ പ്രസ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.